ഇഫ്താർ സമയത്തേക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരു അടിപൊളി പോളയാണ്, നല്ല സോഫ്റ്റാണ്, സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. ആദ്യം അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ നെയ്യാണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ടൈപ്പ് പാൻ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് ആണ് 2 ടൈപ്പ് സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 നേന്ത്രപ്പഴം ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു. ബാക്കി മറ്റേ ഭാഗത്തേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഴമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ചിരവിയ തേങ്ങ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമുക്ക് അതിനെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ പഴത്തിലേക്ക് കുറച്ച് മധുരം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നോർമൽ പാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ പഴം വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, ഏലക്ക ഇട്ട് കൊടുക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് വേണം കേട്ടോ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ചെറിയൊരു സോസ് പാനിലാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികവശമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്യാം. അതുപോലെ സോസ് പാനിൽ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് കയറ്റിയിട്ട് സൈഡിലേക്കൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഫുള്ള് ഗ്യാപ്പില്ലാതെ ഫില്ലാകുന്ന രീതിയിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കുക. ബ്രെഡ് മുറിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഫുള്ളായിട്ട് അങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കില്ല, കുറച്ചൊരു 1/4 പോർഷൻ ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, മുകളിൽ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് ഇതേപോലെ തന്നെ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. കംപ്ലീറ്റ് അത് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് എഗ് മിക്സ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്, എള്ളായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കരിയൊന്ന് പേടിയുണ്ടെങ്കിൽ അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ തൊടുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിനൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടിപ്പിച്ചിട്ട് നമുക്ക് വേറൊരു പാനിലേക്ക് ആക്കിയിട്ട് ആ പാനിലും കുറച്ച് നെയ്യും തടവിയിട്ടുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബനാന പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ എളുപ്പത്തിലുള്ള സ്നാക്സൊക്കെ അല്ലേ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഇത് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്